ലെറ്റർ എനിക്ക് സിസ്റ്റർ പ്രസന്ന അയച്ചു തന്നിരുന്നു. അതിനകത്ത് ഈ സ്കൂളിനെ പറ്റി എഴുതിയിരുന്നത് പൈനിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കൊല്ലം എന്നാണ്. അത് തെറ്റാണ്. ഈസ് എ പൈനിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള. അത്രയും ഗ്രാമാന്തര അന്തരീക്ഷത്തിൽ ഇതേ കണക്ക് സൗകര്യം കൊടുക്കുന്ന ഒരു നഴ്സിംഗ് സ്കൂള് കേരളത്തിലില്ലെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. എല്ലാം സാമൂഹ്യ നീതി നോക്കിയാണ് അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു പൈസ ക്യാപിറ്റേഷൻ വാങ്ങിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞ് ചിലർ വന്നു, ഞാൻ വാങ്ങിച്ചിട്ടില്ല. 100% സാമൂഹ്യ നീതിയും പാവപ്പെട്ട ധാരാളം കുട്ടികൾക്ക് സൗജന്യമായിട്ടും അഡ്മിഷൻ കൊടുത്ത് പഠിച്ചു വന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഞാൻ സാധാരണ ഇവിടെ ചെന്നാലും ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മദർ സുപ്പീരിയറും തിരുമേനിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും 1-2 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ജേർണലുണ്ട്, ആരോഗ്യം. നിങ്ങളെല്ലാം വായിക്കുന്നതാണെന്ന് തോന്നുന്നു. വായിക്കണോ? അതല്ലേ നിങ്ങൾ വരുത്തി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? അതിനകത്തൊരു ജേർണൽ ഞാൻ വായിച്ചു. അതായത് ഈ മറവി രോഗത്തെ പറ്റിയൊരു ആർട്ടിക്കിളാണ്. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുവിധം ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വരുന്ന ഒരു വളരെ മാരകമായ രോഗമാണ് മറവി രോഗം എന്ന് പറയുന്നത്. നിസ്സാരമായി കണക്കാക്കുന്ന ഒരു രോഗമല്ല. ക്യാൻസറിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ്. വന്നിട്ടുള്ളവർക്കും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അതിൻ്റെ ആഘാതം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനകത്ത് ആർട്ടിക്കിൾ തുടങ്ങുന്നത് ഒരു കഥയായിട്ടാണ്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നമ്മളെ ഒരു മെഡിക്കൽ ഒ പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒ പി എടുക്കുക. ആ ഒ പിയിൽ പുറത്ത് പേഷ്യൻ്റ് ധാരാളം ഇരിപ്പുണ്ട്, വെയിറ്റ് ചെയ്ത് സിസ്റ്റർ വിളിക്കുന്നതായിട്ട്. അപ്പം പടപ്പക്കരയിൽ നിന്നുള്ളൊരു സിസ്റ്ററാണ് ഒ പി നിൽക്കുന്നത്. അകത്ത് നമ്മുടെ ഡോക്ടർ ബിനോയിയെ പോലെ സപ്പോസ് എന്നുണ്ടാകും ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്. ഒരു മധ്യവയസ്കൻ ഒ പിയിൽ വന്നിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മധ്യവയസ്കൻ സിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, എന്നെ നേരത്തെ വേണം, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ചെന്നിട്ട് വേണം എനിക്ക് ഭാര്യയ്ക്ക് ഊണ് കൊടുക്കണം. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ് അമ്മാവനോട് ഇരിക്കാം, ഞങ്ങൾ വിളിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഓർഡറിലാണ് വിളിക്കുന്നത്. 2-3 മിനിറ്റ് കഴിഞ്ഞ് മധ്യവയസ്കൻ ഒന്നും കൂടെ ഈ സിസ്റ്റർ അപ്രോച്ച് ചെയ്ത്, എനിക്ക് പോകണം, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, പോയാലേ പറ്റൂ, ഡോക്ടറെ അടുത്ത് പറയാം. ഇത് കേട്ടോണ്ട് അകത്തുനിന്ന് ഡോക്ടർ ഇത് കേട്ടോണ്ട് സിസ്റ്റർ അടുത്ത് വെച്ച് എന്താണ് സിസ്റ്റർ പ്രശ്നം, അത് ഒരാൾക്ക് അത്യാവശ്യമൊക്കെ കാണണം, ഡോക്ടർ വരാൻ പറഞ്ഞു. ആ ഡോക്ടർ ഈ മധ്യവയസ്കൻ നോക്കി പരിശോധിച്ചിട്ട് മരുന്നെല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ചോദിച്ചു, എന്താ പറഞ്ഞത്, അത്യാവശ്യമായിട്ട് പോകണം, ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞല്ല, എൻ്റെ ഭാര്യയ്ക്ക് മറവി രോഗമാണ്. അപ്പോൾ ഡോക്ടർ ഒന്ന് സ്റ്റക്കായിട്ട് പിന്നെ ഒന്നുകൂടെ ചോദിച്ചു, ഭാര്യയ്ക്ക് മറവി രോഗമില്ല, അപ്പോൾ ഇച്ചിരി താമസം എന്നാലും ഓർക്കത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഭാര്യയ്ക്കല്ലേ മറവി രോഗം, എനിക്ക് മറവി രോഗമില്ലല്ലോ, ഞാനല്ലേ പറഞ്ഞേക്കുന്ന 1 മണിക്ക് ഞാൻ വന്നിട്ടമ്മക്ക് ആഹാരം കഴിക്കാം, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കിയിട്ട് എന്നെ ഉൾക്കൊണ്ടിട്ട് 6 കൊല്ലത്തിൽ കൂടുതലായി. ഇതിൻ്റെ ഈ കഥയുടെ പൊരുളെന്ന് പറയുന്നത്, ഈ പടപ്പക്കരയിലെ സിസ്റ്റർക്ക് ഇല്ലാത്ത ഒരു ഗുണമാണ് അനുകമ്പ. ഡോക്ടർക്കുള്ള ഒരു ഗുണമാണ് അനുകമ്പ. ഈ മധ്യവയസ്കന് ഭാര്യയോട് അനുകമ്പ, ഈ ഒരു ക്വാളിറ്റി, അതായത് തിരുമേനി പറഞ്ഞ വാക്ക് കമ്പാഷൻ, ഇത് നിങ്ങൾ മനസ്സിൽ കിട്ടും. ഒരു കാരണവശാലും അനുകമ്പ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രൊഫഷനിലുണ്ട്, ഏത് പ്രൊഫഷനിലുണ്ട്, അത് വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കും. അതായത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ അനുകമ്പ ദശകത്തിൽ ഈ അനുകമ്പയെ പറ്റി വളരെ അധികാരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈയിടയ്ക്ക് ചലച്ചിത്രം നടൻ മമ്മൂട്ടി പറഞ്ഞൊരു വാക്ക്, ഈ മനുഷ്യന് മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയും അവൻ്റെ വേദന മനസ്സിലാക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ആരുടെ ഔദാര്യമൊന്നുമല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളും. ഇവിടുന്ന് പോയവരായാലും പുതിയതായിട്ട് ജോയിൻ ചെയ്ത് വരുന്നവരില്ല. അനുകമ്പ അല്ലെങ്കിൽ കമ്പാഷൻ അല്ലെങ്കിൽ സ്നേഹം, ലവ് ടു അതേഴ്സ്, എൽഡർലി ടു അതേഴ്സ്, ഇത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലഘട്ടം ഒരു പ്രത്യേക രീതിയാണ്. വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ സമൂഹം വളരെ മാറിയിരിക്കുകയാണ്. ദേഷ്യപ്പെടുന്നവരാണ്, പെട്ടെന്ന് കൊല ചെയ്യപ്പെടുന്നവരുന്നുണ്ട്, പെട്ടെന്ന് ഒറ്റ വാക്കിൽ തന്നെ കുത്തിക്കൊല്ലുന്നുണ്ട്. ഇടയ്ക്ക് 16 വയസ്സുള്ള ഒരു പയ്യൻ 30 വയസ്സുകാരനെ കുത്തിക്കൊല്ലുന്നു. അപ്പോൾ ഇവിടെല്ലാം നമ്മുടെ പ്രൊഫഷൻ, നഴ്സസിൻ്റെ പ്രൊഫഷനിൽ വരുന്നത് പലതരത്തിലുള്ള ആളുകളായിരിക്കും നമ്മൾ കാണുന്നത്.
ചിലർ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് അവർ കോപിക്കും, പെട്ടെന്ന് അവർ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും, ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ സുഖവും ദുഃഖവും ചേർന്നാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ഒരാത്മധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് വിട്ടുകൊടുക്കരുത്. അത് നമ്മുടെ ജോലി സ്ഥലത്തായാലും യാത്രയിലായാലും വീടുകളിലായാലും ഭർത്താവിൻ്റെ വീടുകളിലായാലും നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നം. അതായത് ഒരു അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അനുയായി ബിർബൻ എന്നാണെന്ന് തോന്നുന്നു, ഓർമ്മ വരുന്നില്ല, അദ്ദേഹത്തോട് പറഞ്ഞു നീ ഈ ബോർഡിലൊരു വാചകം എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ വാചകത്തിന് ഒരു നിർബന്ധമുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. ഈ വാചകം വായിക്കുമ്പോൾ സുഖമുള്ളപ്പോൾ വായിക്കുമ്പം ദുഃഖവും വരണം, ദുഃഖമുള്ളപ്പോൾ വായിക്കുമ്പം സുഖവും വരണം. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു വാചകം പറയാമോ? ആ വാചകം എന്താണെന്ന് പറയാമോ? അല്ലെങ്കിൽ അതേ കണക്കൊരു വാചകം പറഞ്ഞാലും ഈ സമയവും കടന്നു പോകും. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വെരി ഗുഡ്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ വരുന്ന ദുഃഖങ്ങളായാലും വരുന്ന പ്രശ്നങ്ങളായാലും ഇതെല്ലാം കടന്നു പോകും. അതുകൊണ്ട് അവിടെ ആത്മഹത്യയും മറ്റു പ്രശ്നങ്ങളും ബന്ധുവഴികളും ഒന്നും പാടില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ സ്ത്രീകളാണ് ഇപ്പം പുരുഷന്മാരെക്കാളും വളരെ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ പോയി ഗൾഫിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് സമ്പാദിച്ചു കൂട്ടുന്നതല്ല. കാരിയർ ഡെവലപ്മെൻറ്റ്, നിങ്ങൾക്ക് പോസ്റ്റ് ബി എസ് സിക്ക് പോകാം, ബി എസ് സിക്ക് പോകാം. നമ്മൾ BSc നഴ്സിംഗ് ഒന്ന് ശരിയാക്കണം. ഉടൻ തന്നെ ഞങ്ങൾ BSc നഴ്സിംഗ് ശരിയാകുന്നുണ്ട്. കാര്യം അച്ഛൻ ഇത് ചെയ്തിരിക്കുന്നത് BSc നഴ്സിനും കൂടെ ഉതകത്തക്ക രീതിയിലുള്ള കെട്ടിടം ചെയ്തത്, പക്ഷെ ലിഫ്റ്റ് വെച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോഴത് ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് സമചിത്തപ്പെടരുത്. അതാണ് നിങ്ങളുടെ ഒരു സമയം. രണ്ടെന്ന് പറയുന്നത് അടുത്ത ഡെവലപ്മെൻറ്റ്, പോസ്റ്റ് BSc MSc. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏകദേശം 2-3 വർഷത്തിന് മുമ്പ് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് പ്രിൻസിപ്പൾ 2 പേർക്ക് IAS കിട്ടിയിട്ടുണ്ട്. 2 പേർക്ക് IAS കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സിനിമാ നടികളെ തന്നെ എടുത്ത് നോക്കേ, നഴ്സസ് 3-4 പേര് നമ്മളെ ഫീൽഡിൽ ഇപ്പോഴും ഉണ്ട്. അത് കണക്ക് നിങ്ങളുടെ കാരിയർ അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ നോക്കണം. ഇതിൽ ഒതുങ്ങി ഈ ഒരു മതി, നമ്മുടെ ജീവിതം ഇത് മതി എന്ന് പറയുന്നത് കാരിയർ ഡെവലപ്പ് ചെയ്യാൻ. അതായത് ഈ സ്ത്രീകളുടെ വളർച്ച നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ക്യാബിനറ്റിലിരിക്കുന്ന ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനെ കണ്ടു. എത്രയോ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് വന്നിട്ടും അവരെ പോലെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയില്ല. വേറെ നിങ്ങളുടെ അറിവിന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലേഡി ബിഷപ്പുണ്ട്, മെറീന അഡ്ഗർബേഡ്. അതായത് പിന്നെ അമേരിക്കയിൽ ഒരു സിസ്റ്റമുണ്ട്. അതായത് അമേരിക്കയിൽ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്ന ഏത് വ്യക്തിയും അവർ സ്ഥാനം ഏൽക്കുന്നതിൻ്റെ തലേന്ന് വാഷിങ്ടണുള്ള നാഷണൽ കാത്തഡ്രലിലെ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യണമെന്ന്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് ഇപ്പോൾ അറിയാമല്ലോ, ട്രംപ് 2ാമത് അധികാരത്തിൽ വന്നപ്പോഴേ ഈ നാഷണൽ കാത്തഡ്രലിലെ പ്രാർത്ഥന കൈകാര്യം ചെയ്തത് ഈ ലേഡി ബിഷപ്പാണ്. അതുകൊണ്ട് സ്ത്രീയാണ്, ഇത്രയും മതി, ജനറൽ നഴ്സ് മതി എന്ന് കരുതിയിരിക്കരുത്. നിങ്ങൾ കാര്യം ചെയ്യുക. മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട്, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ ഞാൻ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ അടുത്ത കാലത്ത് 19-നും 22-നും ധാരാളം കുട്ടികൾ ആത്മഹത്യ, ഭർത്തൃഹത്യ. അപ്പോൾ ആ ഒരു പോയിന്റ് എനിക്ക് ഉപദേശിക്കേണ്ട കാര്യമില്ല. എന്നാലും നിങ്ങളെ രക്ഷാകർത്താവിൻ്റെ ഒരു പ്രായമുണ്ട്, അല്ലെങ്കിൽ ഒരു മുത്തച്ഛൻ്റെ പ്രായമുണ്ടെന്ന് പറഞ്ഞ് പറയുകയാണ്. വിവാഹം നിങ്ങൾ വളരെ കരുതിക്കുട്ടി ചെയ്യേണ്ട ഒരു സംഭവം. ഒറ്റ വാക്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്മാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് കാണുന്നു. പൊന്മാൻ, അതായത് പൊന്നില്ലാത്ത പെണ്ണുങ്ങൾക്കാണ്, സ്ത്രീകൾക്കാണ് സൗന്ദര്യം എന്ന് കാണിക്കുന്ന ഒരു ചരിത്രം. ഈ പൊന്നില്ലാത്ത പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം എന്ന് നമ്മുടെ ഇരിക്കുന്ന ഈ സിസ്റ്റേഴ്സിനെല്ലാം സൗന്ദര്യം അതുകൊണ്ടാണ്, പൊന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ അച്ഛനും അമ്മയും അനുഭവത്തോടി നമുക്ക് താങ്ങാവുന്ന രീതിയിൽ നമ്മളെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിറം കൊള്ളത്തില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല എന്നൊന്നും പറയരുത്. ആ ചുറ്റുപാടിൽ പിന്നെ വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ സിനിമ ഞാൻ പേര് പറയാം, ജയ് ഹേ, നല്ലപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത് കഴിഞ്ഞ്
സുഖലോകരായി കുട്ടികൾ കഴിയുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ അടിച്ചു പൊളിച്ച് ദുബായിലോ അല്ലെങ്കിൽ കഴിയുമ്പോൾ പേരൻസിനെ മറക്കുന്ന ഒരു രീതി നമ്മുടെ ആളുകൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു മകൻ അച്ഛനെ അമ്മയും വീട്ടിനകത്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു പറഞ്ഞു. സിമ്പിൾ, വെരി സിമ്പിൾ ടാസ്ക്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ കൊട്ടിയിൽ തന്നെ രക്ഷകർത്താവിനെ പുറത്തിട്ട് ഏറ്റുപൊട്ടി. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ കുട്ടികളെ നിങ്ങളുടെ അച്ഛനും അമ്മയും പോറ്റുക, സംരക്ഷിക്കുക. അവരുടെ മരണം വരെ നിങ്ങളും നാളെ ഈ അവസ്ഥയിലെത്തും എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങളത് മറക്കത്തില്ല. ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, നമ്മളെ ഈ ഇവിടെ നിന്ന് പാസ്സായി പോയിട്ടുള്ള എല്ലാ വ്യക്തികളും പല സന്ദർഭങ്ങളിൽ എനിക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കരിയുറച്ചും പറഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് മിസ്സസ് അജീഷ ശശി. നമ്മൾ അണ്ടർ 19 ഹസ്ബൻഡോട് ഇരിപ്പുണ്ട്, എന്നെ വലിയ ചെല്ലും തോന്നി. അണ്ടർ 19 മിന്നും മണി പോലാണ്. കാതികയാണ്, പാട്ട് പാടും, നൃത്തം ചെയ്യും. പിന്നെ ചക്കിക്കൊക്കെ ചങ്കനാണ്, പുള്ളിയും നല്ലപോലെ പാടും. ഇവരുടെ റീലൊക്കെ ഞാൻ കാണും. ഇവരുടെ മകളെന്ന് പറയുന്നത് പൊന്നുമണിയാണ്, നല്ലതുപോലെ പാടും. അത് ആരോഗ്യ മേഖലയിൽ നമ്മളിവിടെ നിന്ന് പുറത്തു പോയ ഒരു വിദ്യാർത്ഥിനി നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ നഴ്സിംഗ് മേഖലയിൽ പോയി തിളങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അജീഷയെ പറ്റി പറയാൻ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ ഇരിക്കുമ്പോൾ എനിക്കുണ്ടായ ചില പ്രയാസങ്ങൾ വളരെ നിഷ്പ്രയാസം ഒരു മന്ത്രി ചെയ്യുന്നതിനേക്കാളും തുല്യമായിട്ട് ഒരു ഫോണിൽ കൂടെ 1-2 കാര്യങ്ങൾ അജീഷ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് അജീഷയുടെ നമ്പർ വാങ്ങിക്കണം. എപ്പം വിളിച്ചാൽ അഥവാ പരിചയമില്ല എന്ന് പറയുകയാണെങ്കിൽ യു ടെൽ മൈ നെയിം. സോ ഞാൻ ഈ സമയം വളരെ വൈകി, എനിക്ക് ഒരുപാട് സംസാരിക്കാനുള്ള ആഗ്രഹവും മോഡലും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ വൈൻഡ് ചെയ്യാണ്. ഒരു ഫിസിക്കൽ വിൻ, ഒരു മെൻ്റൽ വിൻ, ഒരു സ്പിരിച്വൽ വിൻ, ഇത് നിങ്ങൾ കൊണ്ടുപോകുക. ഈ 3 വിൻസാണ് നമ്മുടെ. യു വിൽ ബി എ കംപ്ലീറ്റ് വിന്നർ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി.